പിണറായിയെ ലക്ഷ്യം വെച്ചുള്ള ED നീക്കം CPIM-നെയും ഇടതുപക്ഷത്തെയും ഉന്മൂലനം ചെയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ബംഗാളിലും ത്രിപുരയിലും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ CPIM-ന് നേരെ നടത്തിയിട്ടുള്ള കിരാതമായിട്ടുള്ള ആക്രമണങ്ങളെ അനുസ്മരിപ്പിക്കുന്ന അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ കേന്ദ്ര ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചത് രാഹുൽ ഗാന്ധിയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ എന്നതുപോലെ കോൺഗ്രസ് BJP സംയുക്ത നീക്കമാണ് പിണറായിക്കെതിരായിട്ട് നടന്നിട്ടുള്ളത്. അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട് പരാതി കൊടുത്തത് PCC പ്രസിഡന്റായിരുന്നു, കോൺഗ്രസിന്റെ ഡൽഹി പ്രസിഡന്റായിരുന്നു. അതിനെ പിന്തുണയ്ക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. അവസാന കേസ് എന്തായി നമ്മളെല്ലാവരും കണ്ടു. കോടതി വലിച്ചു കീറി ചവറ്റുകൊട്ടയിലിട്ടു. അതാണ് EDയുടെ വിശ്വാസ്യത എന്ന് ഓർക്കണം. ഇന്ത്യയിൽ ഏറ്റവും വിശ്വാസ്യതയില്ലാത്ത ഒരു അന്വേഷണ ഏജൻസി രാഷ്ട്രീയ വേട്ടയ്ക്ക് മാത്രം പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് തീറ്റിപ്പോറ്റുന്ന ഒരു സംഘമാണ് ED. രാഷ്ട്രീയ ആവശ്യത്തിന് തുടലഴിച്ച് വിടുകയാണ് ഓരോ സ്ഥലത്തും. അതാണിപ്പോൾ ഇവിടെ കാണുന്നത്. ഡൽഹിയിൽ PCC പ്രസിഡന്റാണ് കെജ്രിവാളിനെ കൊടുക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തതെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളാണ്. മാത്യു കൊഴുനാടൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന്റെ ഭാഗമാണ്. അപ്പോൾ കോൺഗ്രസ് BJP ഡീൽ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന് കളമൊരുക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ CPM BJP ഡീൽ എന്ന് ഉറക്കെ വിളിച്ചു കൂവിക്കൊണ്ട് നടന്നത്. ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനെ പോലെ. ഡീല് നേരത്തെ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിൽ വളരെ തന്ത്രപരമായി BJP വോട്ട് മറച്ചു കൊടുത്തിട്ടുണ്ട്, കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു എന്ന് ഉറപ്പാക്കാൻ. അതിനുശേഷമുള്ള വേട്ട ഇപ്പൊ നടക്കുകയാണ്. ഇതിനെ നേരിടാൻ ഇടതുപക്ഷത്തിനറിയാം. ജനങ്ങളെ അണിനിരത്തി രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടേണ്ടത് നിയമപരമായിട്ടും നേരിടും. ഇന്നലെ 40 മിനിറ്റാണല്ലോ മുഖ്യമന്ത്രി സതീശൻ പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയത്. ഇന്ന് രാവിലെ റെയ്ഡ് നടക്കുന്നു. ഇതൊന്നും തമ്മിലൊരു ബന്ധമില്ല എന്നാണോ അരിയാഹാരം കഴിക്കുന്നവരൊക്കെ വിശ്വസിക്കേണ്ടത്? ഈ പ്രധാനമായും VD സതീശൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുൻപ് തന്നെ മംഗലാപുരത്ത് ഒരു യാത്ര RSS നേതാക്കളെല്ലാം കാണാൻ വേണ്ടി നടത്തി. അതൊക്കെ ഇതിന്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ? വലിയ ഒരു ഗൂഢാലോചന, ഒരു വൻ പദ്ധതി ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് നമ്മൾ കാണണം. ചാർട്ടർ ചെയ്ത വിമാനത്തിലാണ് VD സതീശൻ പോകുന്നത്. എന്താ അത് കേരളത്തിൽ BJPക്ക് ഒരു വിഷയമാവാത്തത്? മാധ്യമങ്ങൾക്ക് വിഷയമല്ല വോട്ട്, BJPക്കും അത് വിഷയമാവാത്തത്? ഇപ്പൊ പിണറായി വിജയനാണ് ചാർട്ടർ ചെയ്ത വിമാനത്തിൽ പോയത്, അല്ലെങ്കിൽ ഏതെങ്കിലും CPIM നേതാക്കളാണ് പോയതെന്ന് കരുതുക. എന്താകുമായിരുന്നു കേരളത്തിലെ ചർച്ച? വന്ദേ ഭാരതിൽ ടിക്കറ്റ് എടുത്താൽ 1500 രൂപയ്ക്കോ മറ്റോ മംഗലാപുരത്തെത്താം. മൂകാംബിക ക്ഷേത്ര ദർശനമാണ് ലക്ഷ്യമെങ്കിൽ 25 ലക്ഷം മുടക്കിയിട്ട് ചാർട്ടർ ചെയ്ത വിമാനം ആര് ചാർട്ടർ ചെയ്ത് കൊടുത്തു? കൂടെ ഉണ്ടായിരുന്നത് ഒരു കേസിൽ, സ്വർണ്ണക്കടത്ത് കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട പ്രതിയാണ്. ഇതൊന്നും കേരളത്തിൽ വിഷയമല്ല. BJP അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചതേയില്ല എന്ന് നിങ്ങൾ ഓർക്കണം. ഒരു കാര്യം ഉന്നയിച്ചതേയില്ല. സാധാരണഗതിയിൽ അന്വേഷിക്കണമെന്ന് പറയേണ്ടതാണല്ലോ. അപ്പൊ ഇത് വൻ ഗൂഢാലോചനയാണ്. കേരളത്തിലെ ജനങ്ങൾ ഇതിന്റെ മറവിൽ, ഈ തെരഞ്ഞെടുപ്പിന്റെ മറവിൽ നടന്നിട്ടുള്ള ഗൂഢാലോചന തിരിച്ചറിയാനിരിക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം വിശദീകരിക്കട്ടെ, ചാർട്ടർ ചെയ്ത വിമാനത്തിൽ പോയത് എന്തിനായിരുന്നു എന്നുള്ളതൊക്കെ. എന്തായിരുന്നു ചാർട്ടർ ചെയ്ത വിമാനത്തിൽ പോയതിന്റെ ഉദ്ദേശം എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കണ്ടേ? ഇതുവരെ വിശദീകരിച്ചിട്ടില്ലല്ലോ. ആര് വിമാനം ചാർട്ടർ ചെയ്ത് കൊടുത്തു? എന്താണ് ചാർട്ടർ ചെയ്തവരുടെ താല്പര്യം? എന്താണ് താല്പര്യം? എന്തിനാണ് ചാർട്ടർ ചെയ്ത വിമാനത്തിൽ പോകുന്നത്? വേറെ എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു? അപ്പൊ ഒരു ഗൂഢനീക്കമായത് കൊണ്ടല്ലേ അങ്ങനെ പോയത്? രഹസ്യ നീക്കമായതുകൊണ്ടല്ലേ? പ്രതിഷേധം EDക്കും കേന്ദ്ര സർക്കാരിനെതിരെ മാത്രമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്കും കോൺഗ്രസിനെതിരെയും ഉണ്ടാവുക കേരളത്തിൽ. അല്ല, ഈ നീക്കത്തിനെതിരെ, CPIM-നെ തകർക്കാനുള്ള നീക്കത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഉണ്ടാവുക. ഇത് രാഷ്ട്രീയമായിട്ടുള്ള ആക്രമണമാണ്. ഇതിന്റെ ഉദ്ദേശം ഞങ്ങൾ നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഉദ്ദേശം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ചെറുക്കും. ഒരു കണക്കിന് അവരിങ്ങനെ ചെയ്യട്ടെ.
അപ്പോൾ CPIM-ന്റെ ശക്തിയും കരുത്തും എന്താണെന്നുള്ളത് അവരറിയും.